ഇന്ന് വിജയദശമി. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. നമ്മളിന്ന് പറവൂർ മൂകാംബിയിലേക്ക് പോവാണ്. കിന്നരേനെ എഴുത്തിനിരുത്തണം. അപ്പോൾ ഇതാ അച്ചായാണ് അവനെടുത്തുകൊണ്ട് ഇതാ പോകുന്നത്. ബസ് കാത്ത് നിൽക്കുകയാണ് നമ്മളെല്ലാവരും. രാവിലെ 6 മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 6:30 ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. കുഞ്ഞമ്പളി ഉണ്ട്, പെണ്ണാച്ചി ഉണ്ട്, സായി ഉണ്ട്, പിന്നെ അച്ചായും അമ്മച്ചിയും കിന്നരയും ഞാനും. ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. പോകാനുള്ള ബസ് ഇതാ വരുന്നുണ്ട്. ആലുവ KSRT സ്റ്റാൻഡിൽ ഇറങ്ങി പറവൂർ ബസ് കയറാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോകുന്നത്. ബസ്സിൽ കയറി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഞങ്ങൾ സീറ്റ് ഉറപ്പിച്ചു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പറവൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ നിന്ന് കുറച്ചുള്ളൂ മൂകാംബിയിലേക്ക്. അമ്പലത്തിലെത്തി ഗണപതിനെ തൊഴുതു. നല്ല തിരക്കാണ്, കാരണം ഇന്ന ദിവസം അറിയാലോ. പിന്നെ അവിടെ ഡിനു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മിക്കവരും പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ അത്ര തിരക്കുണ്ടായില്ല എന്നാണ് പറയുന്നത്. കുട്ടികളെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് വേറെ ക്യൂ, തൊഴാൻ വേണ്ടിയിട്ട് വേറെ ക്യൂ, ഇങ്ങനെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂവിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചെന്ന് നിന്നു. കിണറാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന പെങ്കൊച്ചിനെ തോണ്ടയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല വലിയ ക്യൂ ആയിരുന്നെങ്കിലും പെട്ടെന്ന് നീങ്ങി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യൂവിൽ നിൽക്കുന്നതിൻ്റെ ഒരു ബോറടിച്ചില്ല. പിന്നെ നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം സപ്ലൈ ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ. പിന്നെ കുളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ പലതരത്തിലുള്ള മീനുകളെ കണ്ടു. പിന്നെ ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നോക്കി സമയം പോയത് അറിഞ്ഞില്ല. ക്യൂവും എളുപ്പത്തിൽ നീങ്ങി പോകുന്നുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള സീറ്റിലാണെങ്കിൽ സംഗീത കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ക്യൂ അങ്ങ് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും പറവൂർ പോലീസിൻ്റെ വക നാരങ്ങ മിഠായി, ചുക്ക് കോഫി, ബിസ്ക്കറ്റ് വിതരണം ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തേക്കുള്ള ക്യൂവിൽ നിന്നു. വിദ്യാരംഭത്തിനുള്ള അരിയും പേനയും സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങി. ഉള്ളിലെത്തി ഈ ഒരു ഏരിയയിൽ അധികം അങ്ങോട്ട് തിരക്ക് അനുഭവപ്പെട്ടില്ല. സുഖമായിട്ട് പോയിരുന്നു. കിന്നര എഴുതുന്ന സമയത്ത് കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മിടുക്കനായിട്ട്. വിദ്യാരംഭം കുറിച്ചതിന് ശേഷം നമ്മൾ ദേവീനെ തൊഴാനായിട്ടുള്ള ക്യൂവിലേക്ക് വന്നു. 2 സൈഡിൽ നിന്നുള്ള ക്യൂ ആയതുകൊണ്ട് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. കാരണം എഴുത്തിനിരുത്തുന്നവരുടെ ക്യൂ, തൊഴാനുള്ളവരുടെ ക്യൂ വേറെ, അങ്ങനെ നല്ല തിരക്കായിരുന്നു. തൊഴുതിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ മണ്ണിൽ ഓം ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതി കിന്നരേനെയും കൊണ്ടും എഴുതിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കിന്നരക്ക് പിന്നെ നിലത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടം മസ്റ്റാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിനടുത്തുള്ള സ്വാമീസിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. സ്വാമീസ് അറിയാത്ത പറവൂർക്കാരുണ്ടാവില്ല അല്ലേ. പിന്നെ നമ്മൾ പോകാനായിട്ട് ചെരുപ്പെടുക്കാൻ വന്നപ്പോഴാണ് അവിടെ സേവാഭാരതിക്കാരാണെന്ന് തോന്നുന്നു സംഭാരം കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി സംഭാരമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.